എന്തോ ചേച്ചി എന്താ ടോമേ എന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? ബോസ് നീയായിട്ട് എന്തോ പ്രശ്നം? ഒന്നുമില്ലല്ലോ. പിന്നെ ഒന്നുമില്ലാതാണ് ഇവിടെ ഓരോരുത്തർ ഓരോ കഥയൊക്കെ പറഞ്ഞു. ആര് എന്ത് കഥ പറഞ്ഞു? എന്താണ് നിങ്ങളിങ്ങനെ ഓരോ പറഞ്ഞു എന്നെ നുണേനാക്കളി? നിന്നെ ഓണായതല്ലോ. എന്താടാ, എന്താ പ്രശ്നം? ചേച്ചി നീ എൻ്റെ അടുത്ത് പറ, ഞാൻ അല്ലേ നിങ്ങളോട് ചോദിക്കണം, നീ എൻ്റെ അടുത്ത് പറ. എന്തോന്ന് പറയാൻ ടോമേ? അവിടെ എന്താണ് ഉണ്ടായെന്ന് പറ. അകത്ത് എന്താ ടോമേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അണ്ണാ നിങ്ങൾ അടങ്ങണ്ട, ഞാൻ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് ചോദിക്കും. ഇതിപ്പോ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറഞ്ഞത് എനിക്കറിയത്തില്ല. എന്നിട്ട് എന്റെ അടുത്ത് പറയാൻ എന്തോ പറയാൻ പറഞ്ഞത്? അങ്ങനെ പറയത്തക്ക രീതിയിൽ ഒന്നും ഇല്ലല്ലോ. പ്രശ്നമില്ലല്ലോ. എന്താടാ, എന്താ പ്രശ്നം? അത് പിന്നെ ഒരു കാര്യം ഉണ്ടായി. ആരെന്ത് കാര്യം? അല്ല, ഇവിടെ ആർക്കും ഇത് ഓഫീസാന്നുള്ള ബോധമൊന്നുമില്ലേ? ഒന്ന് പതുക്കെ സംസാരിച്ചൂടെ? ദാണ്ട ഈ ക്രിസ്റ്റീനെ പറഞ്ഞാണ് ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞു? നീ എന്തു പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു ജെസിയും അമൽ സാറും തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന്. എന്തിക്കടി നീ പറഞ്ഞുണ്ടാക്കുന്നത്? ഞാൻ അമൽ സാറിന് എന്താ പ്രശ്നം? ഹലോ, നീ കേട്ടോ ഞാൻ പറയുന്നത്? ചുമ്മാ കണ്ടോമാര് പറഞ്ഞു കേട്ടിട്ട് എന്റെ മെക്കിട്ട് കയറാൻ വരില്ല. കണ്ടോമാര് അത് നിന്നെ തന്നെ. ഇവിടെ ഇന്ന് ഞാൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബോസ് ഒരു മുട്ടൻ പണി വന്നിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അതെങ്ങനെ ചെയ്തു തീർക്കാന്ന്. ഇതുവരെ ചെയ്യാത്തൊരു പണിയാണ്. എന്താ പണി? അത് റോബോട്ട് തിന്നിട്ട് റോബോട്ടാക്കണം. ആ അങ്ങനെ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളോട് പറയാൻ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞു. എന്താ ടോമേ, എന്താടാ? അത് ഞാൻ മുടി ഒന്ന് അഴിച്ചേ. കളറൊക്കെ ചെയ്തല്ലേ? അതിങ്ങനെ തൊടി. അത് എന്റെ ക്ലാസ്സാ. സാർ എന്റെ സ്റ്റൈല് മാറ്റാൻ പറഞ്ഞു. എനിക്ക് നാളെ തൊട്ട് കൂളിംഗ് ഗ്ലാസ്. പറഞ്ഞ നീ കാര്യം പറഞ്ഞേക്ക്. അതായത് ജിൻസി